നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി നിർമ്മിച്ച വിമുക്ത ഭവൻ നാടിന് സമർപ്പിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണൽ ജയദേവൻ പി ഉദ്ഘാടനം ചെയ്തു. കുടുംബസംഗമം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരമായ വിമുക്ത ഭടഭവന്റെ ഉദ്ഘാടനവും കുടുംബസംഗമവും സംഘടിപ്പിച്ചു. റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലും സംസ്ഥാന കമ്മിറ്റി പ്രസിഡന്റുമായ ജയദേവൻ പി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കാലഘട്ടത്തിൽ സർവീസ് ഇരിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് സംഘടന ഉണ്ടാക്കാൻ സാധ്യമല്ല. ആ റിട്ടയർമെന്റ് നമ്മുടെ വിമുക്ത ഭടനായി വന്നതിന് ശേഷം നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് എന്തായാലും ഈ ഒരു സംഘടന അത്യാവശ്യമാണ്. മുമ്പ് കാലത്ത് വളരെയധികം വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള സമൂഹത്തിലുള്ളവരുണ്ട്, വിമുക്തയുടെ സമൂഹമുണ്ട്. വളരെ തുച്ഛമായ പെൻഷനാണ് ലഭിച്ചിരുന്നത്. ഇന്ന് സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടെ മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും നമുക്ക് പല അവകാശങ്ങളും നേടിയെടുക്കാറുണ്ട്. അതിനാണ് നമ്മുടെ ഈ സംഘടന ആവശ്യം. ഇത് ഞാൻ സ്റ്റേറ്റ് പ്രസിഡന്റായിരിക്കും അവസരം ഉള്ളത് കൊണ്ട് എനിക്ക് കേരളത്തിന്റെ എല്ലാ സ്ഥലങ്ങളിലും സഞ്ചരിക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും കഴിയുന്നുണ്ട്. അവരുടേതായ പ്രശ്നങ്ങൾ കഴിയുന്നതും ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ്. പരിഹരിക്കാൻ ശ്രമിച്ചില്ല അതിനുള്ള ആക്ഷൻ എടുക്കുന്നതാണ് എന്നെനിക്ക് പറയാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നങ്ങൾ നമ്മുടെ എന്താ പറയുക ആരോഗ്യ പ്രശ്നത്തെ പറ്റിയാണ്. ECHS പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിൽ വളരെയധികം വിഷമത അനുഭവിക്കുന്ന അവസരമാണ് ഇപ്പോൾ ഉള്ളത്. കുടുംബസംഗമം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VK പ്രമോദ് ഉദ്ഘാടനം ചെയ്തു. പടിയിലേക്ക് വാഹനത്തിൽ കാലത്താണ് നിങ്ങളുടെ നാട്ടിലുള്ള റോഡിനുകൾ ഇറക്കി ഈ തൊപ്പിയെടുത്ത് പോകുന്നൊരു കാഴ്ച. അന്നാണ് മനസ്സിൽ പട്ടാളക്കാരനാണോ എന്നുള്ള ചിന്തയില്ല. പിന്നീട് പട്ടാളക്കാരെ നേരത്തെ പറഞ്ഞതുപോലെ പട്ടാളക്കാരെ കുറിച്ചുള്ള എല്ലാ വാർത്തകളും ശ്രദ്ധിക്കുന്നു. ദയനീയമായിട്ടുള്ള ഒട്ടേറെ അനുഭവങ്ങൾ, യുദ്ധത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്ന കാഴ്ചകൾ, അല്ലെങ്കിൽ പട്ടാളക്കാർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പീഡനങ്ങൾ, അതിർത്തിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ മാതൃരാജ്യത്തിൻ്റെ മാനം കാക്കാൻ വേണ്ടി സ്വന്തം ജീവിതം പോലും ബലിയർപ്പിച്ച് കാവൽ നിൽക്കുന്ന കാവൽ ഭടന്മാർ, അവരെല്ലാം വളരെ അഭിമാനത്തോടു കൂടിയും ആവേശത്തോടു കൂടിയാണ്. ബ്ലോക്ക് കമ്മിറ്റി ഓഫീസ് റിട്ടയർഡ് ലഫ്റ്റനന്റ് കേണലും ജില്ലാ കമ്മിറ്റി മുൻ പ്രസിഡന്റുമായ P. പ്രഭാകരക്കുറുപ്പ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് റിട്ടയർഡ് മേജർ കുഞ്ഞിരാമൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSCSL പാലക്കാട് ജില്ലാ കമ്മിറ്റി സെക്രട്ടറിയും പേരാമ്പ്ര മുൻ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനറുമായ കൃഷ്ണകുമാർ VS, ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ജയരാജൻ P, സെക്രട്ടറി അജിത് കുമാർ E, സംസ്ഥാന ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ A. ബാലൻ നായർ, മുരളീധരൻ P, മോഹനൻ പട്ടോന, ജില്ലാ കമ്മിറ്റി ട്രഷറർ സദാനന്ദൻ P, വടകര ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റുമായ ചാത്തു K, കൊയിലാണ്ടി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ഗംഗാധരൻ E, ബാലുശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അശോകൻ AK, പേരാമ്പ്ര ടൗൺ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് UP കുഞ്ഞികൃഷ്ണൻ, പന്തിരിക്കര യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സത്യൻ AK, പാലേരി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള പുനത്തിൽ, കൂത്താളി യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ P, ചെമ്പ്ര യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് രവീന്ദ്രൻ VS, ചെറുവണ്ണൂർ യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ AP, ചാലിക്കര യൂണിറ്റ് കമ്മിറ്റി പ്രസിഡന്റ് നാരായണൻ KM, ഈസ്റ്റ് പേരാമ്പ്ര ജയ് ജവാൻ ക്ലബ്ബ് പ്രസിഡന്റ് സന്തോഷ് PK, ബ്ലോക്ക് കമ്മിറ്റി വനിതാ വിംഗ് പ്രസിഡന്റ് ബീന ചന്ദ്രൻ, അമ്പിളി CVK എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ജോൺസൺ മാസ്റ്റർ മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എന്നോട് കടം പറയേണ്ട, നമ്മുടെ ഒരു തുറന്ന സംസാരമാണ്. നിങ്ങൾ എന്ന അമ്മയെ ഓർത്താൽ വളരെ കുറച്ച് പേര് കൈവന്നിച്ചു. അത് മോശമൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ ചോദ്യം വളരെ സിമ്പിളാണ്. നമ്മളൊക്കെ നമ്മുടെ അമ്മയെ ഓർത്തു അല്ലേ? എന്തുകൊണ്ട് ഞാൻ എന്ന അച്ഛനെ അല്ലെങ്കിൽ ഞാൻ എന്ന അമ്മയെ കുറിച്ച് ആദ്യം ഓർത്തില്ല? ഉത്തരം വളരെ വളരെ സിമ്പിളാണ്. എന്താ ഇതിൽ പറയുന്ന അമ്മ അനുഭവിച്ച ഒരു പ്രയാസവും നമ്മളെന്ന അച്ഛൻ അല്ലെങ്കിൽ നമ്മളെന്ന അമ്മ അനുഭവിച്ചു. പേരാമ്പ്ര ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് വാഴയിൽ സ്വാഗതവും ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ ബാലകൃഷ്ണൻ MV കായണ്ണ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.